വേട്ടക്കുരുമകൻ. അഭിമന്യുപ്രഭുവായ വേട്ടക്കുരുമകൻ ഉഗ്രപ്രതാപിയാണ്. പാശുപതാസ്ത്രലബ്ധിക്കായി തപം ചെയ്ത അർജുനനെ പരീക്ഷിച്ചു വരം നൽകാൻ വേടരൂപധാരികളായി ശ്രീ പരമേശ്വരനും ശ്രീ പാർവതീദേവി. ദേവിയുടെ വേടരൂപം കണ്ട് കാമമോഹിതനായ പരമേശ്വരന് ദേവിയിലുണ്ടായ പൊന്മകനത്രേ വേട്ടക്കുരുമകൻ ദൈവത്താൽ. ശ്രീ മഹാദേവന്റെ പ്രഭാവം പൊന്മകനിലും കണ്ട ദേവകൾ ഭയചകിതരായി മഹാദേവനെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കൈക്കൊണ്ട മഹാദേവൻ പുത്രനെ മാനുഷലോകത്തിലേക്ക് അയച്ചു. മാനുഷരൂപം പൂണ്ട വേട്ടക്കുരുമകൻ കുറുമ്പനാട്ടിലെത്തിച്ചേർന്നു. ബാലുശ്ശേരിയിലെ കാറകൂറ ഇല്ലത്തെ യുവതിയെ ഉള്ളിയൂർ കാവിൽ വെച്ച് കാണാനിടയാവുകയും അവളെ വീട്ട് ഇല്ലത്ത് താമസമാക്കുകയും ചെയ്യുകയുണ്ടായി. അവർക്ക് ഒരു പൊന്മണി പൈതൽ പിറന്നു. കുറുമ്പ്രാതിരിവാണവർ കൈയടക്കി വെച്ചിരിക്കുന്ന കാറകൂറ ഇല്ലം വകയായിരുന്ന ബാലുശ്ശേരിക്കോട്ട തിരിച്ചുപിടിക്കാൻ വേട്ടക്കുരുമകൻ ഒരുങ്ങി പുറപ്പെട്ടു. കുറുമ്പ്രാതിരി വാഴുന്നവർ കോട്ട വിട്ടുകൊടുക്കാൻ സമ്മതിച്ചു. എന്നിരുന്നാലും വേട്ടക്കുരുമകന്റെ വീറും കെൽപ്പും പരീക്ഷിക്കണമെന്നായി വാഴുന്നവർ. വെല്ലുവിളി ഏറ്റെടുത്ത വേട്ടക്കുരുമകൻ 7 വയസ്സു മാത്രം പ്രായമുള്ള കാറകൂറക്കിടാവെന്ന തന്റെ പൊന്മകനെയും കൂട്ടി തടസ്സമെല്ലാം തരണം ചെയ്ത് കുറുമ്പ്രാതിരിയുടെ മുന്നിലെത്തി. മുറ്റത്ത് ആളുന്ന അഗ്നിയിൽ ചേല വിരിച്ചു കാറകൂറക്കിടാവ്. കുളി കഴിഞ്ഞു വന്ന് അഗ്നിയിൽ നിന്നും ചേല തിരിച്ചെടുത്തെടുത്തു. ഇമജിമ്മും നേരത്തിനുള്ളിൽ എണ്ണിയാലൊടുങ്ങാത്ത നാളികേരം മുഴുവൻ ഉടച്ചു തീർത്തു പൊന്മണിക്കിടാവ്. വാഴുന്നൂർ ശിരസ് നമിച്ചു തൊഴുതു. നായരായി പുറപ്പെട്ട് നാളികേരം തകർത്ത് അഭിമാനം വിളയിച്ച ദിവ്യമൂർത്തിക്ക് പീഠവും സ്ഥാനവും നൽകി ആദരിച്ചു വാഴുന്നവർ. ഇത് വേട്ടക്കുരുമകന്റെ ചൈത്രയാത്രയുടെ ചരിത്ര വഴികൾ.